എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് ഞാൻ ആ റിക്വസ്റ്റിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ട്. അതായത് എൻ്റെതായിട്ടുള്ള കുറച്ച് വേർഷൻസ് ഞാൻ അതിനകത്ത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഫോട്ടോയിൽ സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റഡ് ആണ് വരുന്നത്. ഞാനിവിടെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെതായിട്ടുള്ള ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നാലും എങ്ങനെയാണ് ആ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ ആണ് ഫാബ്രിക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അത്യാവശ്യം നല്ല വെടുത്തുള്ള ഫാബ്രിക് എടുക്കുന്നത് നന്നായിരിക്കും. ലെങ്ത് വൈസ് ഫാബ്രിക് ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കി ഇടുന്ന സമയത്ത് 11 ഇഞ്ച് വെടുത്ത് കിട്ടുന്നുണ്ട്. അതായത് ഫാബ്രിക്കിന് 44 ഇഞ്ച് വെടുത്തായിരുന്നു. അതുകൊണ്ടാണ് 4ആയിട്ട് മടക്കുമ്പോൾ 11 ഇഞ്ച് വെടുത്ത് കിട്ടുന്നത്. അപ്പൊ എന്റെ സൈസിൽ എനിക്ക് അത്യാവശ്യം സീം അലവൻസ് അടക്കം ഈ ഒരു 11 ഇഞ്ച് വിടുത്ത് മതി. സീം അലവൻസ് കൂട്ടിയിട്ട് 11 ഇഞ്ച് വിടുത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പീസായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വിടുത്തുള്ള ക്ലോത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്കിന് ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 15 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഫോട്ടോയില് ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു കെട്ട് കാണുന്നുണ്ട്. ആ കെട്ട് ഒന്നെങ്കിൽ നമുക്ക് കെട്ടുന്നത് പോലെ തന്നെ, അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കെട്ടി കൊടുക്കുമല്ലോ, അതുപോലെ കെട്ടുന്ന ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഡ്രസ്സ് തയ്ച്ചിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ ഒരു ബോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വിഷുവിന്റെ മുന്നെയാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് ഇതേപോലെ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിഷുവിന്റെ സമയത്ത് സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അവിടെ കുറെ ഡ്രസ്സ് ഈ ഒരു മോഡലിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാനത് എടുത്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോർമൽ സ്ട്രാപ്പും കാര്യങ്ങളും ആണ്. അതിന്റെ മുകളിൽ ഇതേപോലെ ഒരു ബോ പോലെ അവർ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ കുട്ടികൾക്കൊക്കെ കെട്ടുന്നത് പോലെ കെട്ടിക്കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോൾഡർ സ്ട്രാപ്പ് ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുക. എന്നിട്ട് അതിൽ എങ്ങനെയാണ് യോക്ക് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ യോക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് മുകൾ ഭാഗത്തേക്ക് നമ്മൾ സ്ട്രാപ്പ് എടുക്കുന്നത് കറക്റ്റ് അളവിലാണ്. അത് കുറച്ച് അധികം എടുത്തിട്ട് അവിടെ നിങ്ങൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്യാം 7 ഇഞ്ചാണ്. ഈ 7 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് താഴോട്ടേക്ക് ആം ഹോളും 7 ആണ്. 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് ചെസ്റ്റ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതായത് ആവശ്യത്തിനുള്ള ലൂസ് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് 9 ആണ്. ആ 9ന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടം വിഡ്ത്ത് ആയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സീം അലവൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ബോട്ടം ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കുമുള്ള ആം ഹോളുകൾ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ 1 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. നെക്ക് ഈ ഒരു സമയത്ത് ചെയ്യുന്നില്ല. നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ്. അതുകൊണ്ടാണ് നെക്ക് ഈ ഒരു സമയത്ത് കട്ട് ചെയ്യാത്തത് കേട്ടോ. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കുറച്ച് ചേഞ്ചസ്, എൻ്റെതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മോഡലിലുള്ള ഒരു നെക്കാണ്. ഞാൻ കൊടുത്തിരിക്കുന്നത് ബക്കറ്റ് നെക്കാണ്. ഈ ഒരു നെക്ക് എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത് കാണിച്ചു തരാം. എത്രയാണ് നിങ്ങൾക്ക് നെക്കിന് വിടുത്ത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിന് ലെങ്ത് ആയിട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഈ 6.5 ഇഞ്ച് ലെങ്ത്തിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ചിനെ കറക്റ്റ് പകുതിയാക്കുന്ന സമയത്ത് നമുക്ക് 3 ഇഞ്ചാണ് കിട്ടുക. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ എൻഡിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ഇത് കറക്റ്റ് അളവിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട, അതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 ഇഞ്ച് എന്നുള്ളത് 2 ഇഞ്ചാക്കി കുറച്ചിട്ട് ഈ ഒരു ഷേപ്പ് വരയ്ക്കാം. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സ്വീറ്റ് ആർട്ടിന്റെ ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിടുത്ത് കൂട്ടിയെടുക്കണമെങ്കിൽ വിടുത്ത് കൂട്ടിയെടുക്കാം. അങ്ങനെ എന്ത് ചേഞ്ചസ് ആണോ നെക്കിൽ വരുത്തേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരുത്താം. നമുക്ക് തന്നിരിക്കുന്ന ഒരു റെഫറൻസിൽ ഈ ഒരു നെക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നെക്ക് ഇവിടെ വരച്ച് കാണിച്ചത് കേട്ടോ. നമ്മുടെ അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുക. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ടിലുള്ള ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ നമുക്ക് 2.5 മീറ്റർ ഫാബ്രിക് ആണുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തത്. ബാക്കി ബാലൻസ് ഉള്ള ഫാബ്രിക് ഇതേപോലെ മടക്കിയിട്ടിട്ട് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ മൊത്തം വിഡ്ത്തിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് പിക്കിൽ സ്ലീവ്ലെസ് ആണ്.
നിങ്ങൾക്ക് ഈ ഒരു ബോ വേണ്ട, ആ ഒരു ബോക്ക് പകരം ഒരു കുഞ്ഞു സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലീവിനുള്ള ലെങ്ത് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ആ ഒരു ബോയ്ക്ക് ആവശ്യമായിട്ട് ഒരു 6 ഇഞ്ചോളം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 6 ഇഞ്ച് കുറച്ച് കൂടുതലാണ്, അത്രയും ആവശ്യമില്ല. എന്നാലും ഞാനൊരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് 6 ഇഞ്ചോളം കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതായത് മൊത്തം ലെങ്ത്തിന് ആദ്യം 2 ആക്കി മടക്കിയിട്ടുണ്ട്. അതിന് പിന്നെ അഗെയിൻ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ അവർ പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്. ഈ അടുപ്പിച്ച് നമ്മൾ അധികം പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സ്കേർട്ട് പോർഷനിലേക്ക് പാനലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സ് എന്നോട് പാനൽ ചെയ്യുന്ന എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്ലീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട, കാരണം ഇപ്പം അടുപ്പിച്ച് നമ്മൾ കുറേ ചെയ്തില്ലേന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ചേഞ്ച് ഇതിൽ വരുത്തിയിട്ടുണ്ട്. 16 പാനൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ക്ലോത്ത് ഇതേപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനെ എഗെയിൻ ഒന്നുകൂടി മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് 8 ഫോൾഡ് വരും. അതിനെ പിന്നെ എഗെയിൻ ഒന്നുകൂടെ മടക്കി കൊടുക്കുമ്പോൾ 16 ഫോൾഡ് വരും. ഒരു സൈഡ് എനിക്ക് നേരെ പാരലൽ ആയിട്ടുള്ള സൈഡിൽ എല്ലാ പീസുകളും ഫോൾഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് പീസ് ഓപ്പൺ ആയിട്ടും ബാക്കി ഫോൾഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അളവ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള യോക്ക് പീസ് എടുക്കുക. യോക്ക് പീസിന്റെ സീം അലവൻസ് അടക്കമുള്ള ഈ ഒരു അളവ് എന്ന് പറയുന്നത്, താഴ്ഭാഗത്തുള്ള ബോട്ടം അളവ് എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. ഇത് ഫ്രണ്ടിലേക്ക് മാത്രമുള്ള അളവാണ്. ഇതേപോലെ തന്നെ 19 ഇഞ്ച് ബാക്കിലേക്കും ഉണ്ടാവും. അപ്പൊ 38 ഇഞ്ചാണ് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ള അളവാണ്. എന്നാലും ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 40 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 40ന് ഡിവൈഡഡ് ബൈ 16 ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 16 ചെയ്യുന്നത്? നമ്മൾ 16 പാനലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 16 ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. ഈ 2.5 ഇഞ്ചിനെ അഗെയിൻ ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലോത്ത് മടക്കിയിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഈ ക്ലോത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്ലോത്ത് നിവർത്തുന്ന സമയത്ത് രണ്ട് സൈഡിലും 2.5 വരുമ്പോൾ 5 ഇഞ്ച് വരും. അപ്പൊ നമ്മുടെ പാനൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന അളവിൽ നിന്ന് മാറിപ്പോവും, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അഗെയിൻ ഒന്നും കൂടി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1.25 ആണ് കിട്ടുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സീം അലവൻസും കൂടി കൂട്ടി കൊടുക്കുക. അപ്പൊ ഞാൻ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 1.75 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മുകളിൽ 1.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം അതേ 1.75 തന്നെ താഴേന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റുകൾ ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ കാൽക്കുലേഷൻ പ്രകാരമാണ് പറഞ്ഞത്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സൈസുള്ള ആൾക്കാർക്ക് 1.5 എടുക്കാം, മീഡിയം ടു ലാർജ് സൈസുള്ള ആൾക്കാർക്ക് 1.75 എടുക്കാം, എക്സൽ ടു ഡബിൾ എക്സൽ സൈസുള്ള ആൾക്കാർക്ക് 2 ഇഞ്ച് എടുക്കാം. അതിന്റെ മുകളിലേക്ക് സൈസ് വരുന്ന ആൾക്കാർക്ക് 1/4 ഇഞ്ച് കൂട്ടി കൊണ്ടുവരാം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് നമ്മൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കട്ട് ചെയ്താൽ മതി. നമ്മൾ വരച്ചിട്ടുള്ള ലൈനിലൂടെ കട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് 8 പീസ് ഫോൾഡ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ നിവർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് 6 പീസ് ഒരേപോലെയും ബാക്കി 4 പീസ് ഇങ്ങനെ വേറെ വേറെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. 2 ചെറിയ ചെറിയ പീസുകളായിട്ടായിരിക്കും ഉണ്ടാവുക. 4 പീസ് കുഞ്ഞു കുഞ്ഞു പീസ് കിട്ടിയല്ലോ, അതിൽ 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കും എടുക്കും. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 2 എൻഡിലായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ച് കൊടുക്കും. സെൻറ്ററിൽ 7 ഒരേപോലത്തെ പീസ് വെച്ച് കൊടുക്കും. സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലേക്കും ചെയ്യുക. ഈ 2 സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ആ സൈഡിൽ സ്റ്റിച്ച് പോകുന്ന ഭാഗത്തായതുകൊണ്ട് തന്നെ അത് ആ ഒരു സൈഡിൽ അങ്ങ് ഹൈഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ആദ്യം നമുക്ക് പാനൽ ജോയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതേപോലെ സൈഡിൽ 2 പീസുകളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആ 2 പീസിൽ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടും ഒരു സൈഡിലായിരിക്കും ഈ ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഒരു എൻഡിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ ഷേപ്പ് ഉള്ള ഭാഗത്തിന്റെ മുകളിലായിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എത്രയാണോ നിങ്ങൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത് ആ സീം അലവൻസ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓവർലോക്ക് ഉള്ള മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്കും കൂടി കൊടുത്തെടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ ഒരു പീസ് നിവർത്തി കൊടുത്തിട്ട് മൂന്നാമത്തെ പീസ് വെച്ചിട്ട് സെയിം ഇതേ സ്റ്റിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം.
ഞാൻ ഇതേപോലെ 7 പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനം ഈ സൈഡിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സെയിം ആണ്. ഈ ഷേപ്പ് വരുന്ന ഭാഗം, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അറ്റത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ ഷേപ്പ് വരുന്ന ഭാഗം വേണം ഈ ഒരു പീസിന് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലേക്കുള്ള പീസും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലിൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ പാനൽ ചെയ്തുകൊണ്ടാണ് പാനലിന്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. നിങ്ങൾ പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കുക. എന്നിട്ട് മാക്സിമം എത്ര പ്ലേറ്റ് കിട്ടുമോ ആ പ്ലേറ്റ് ഇട്ട് എടുക്കുക. ഇനി അത് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ ബക്കറ്റ് നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 6.5 ഇഞ്ചിൽ 3 ഇഞ്ച് വിഡ്ത്തിലും ഫ്രണ്ടിലേക്ക് ബക്കറ്റ് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ഇഞ്ച് വിഡ്ത്തിൽ 4 ഇഞ്ച് ലെങ്ത്തിൽ ബാക്കിലേക്കും ബക്കറ്റ് നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിലെ പീസിന്റെ സെൻട്രലായിട്ട് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. എന്താണോ നിങ്ങൾ ക്യാൻവാസ് പേപ്പറിൽ നെക്ക് വരച്ചിട്ടുള്ളത് ആ ഒരു ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഫ്രണ്ടിലെ പീസും ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് ഞാൻ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്ലീവ്ലെസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ സ്ലീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ലീവ് കൊടുക്കുക കേട്ടോ. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് എടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ ഭാഗം ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് പുറത്തേക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കാണാതെ ഇൻവിസിബിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു ബോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ബോ ഇതിന്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ 6 ഇഞ്ച് വിടുത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 6 ഇഞ്ച് വിടുത്ത് മൊത്തത്തിൽ ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ സൈഡിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വശം പുറത്തേക്ക് എടുത്തിട്ട് ഈ സ്റ്റിച്ച്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. മൊത്തം പീസിനെ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ നെക്ക് വിഡ്ത്ത് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഷോൾഡർ സ്ട്രാപ്പിന്റെ വീതി കുറച്ച് കൊടുക്കുക. ആം ഹോൾ കുറച്ച് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അതായത് അവിടെയുള്ള തിക്നെസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ആ ഷോൾഡറിന്റെ ഭാഗത്തുള്ള തിക്നെസ് വളരെ കുറവായിരിക്കണം. ഞാൻ ചെയ്ത പോലെ എത്ര തോന്നെ തിക്നെസ് അവിടെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ കൺവേർട്ട് ചെയ്യുന്ന ബോന്റെ തിക്നെസ്സും ഇത്ര അധികം വേണ്ട, ചെറുത് മതി. അപ്പോഴായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ ഒരു റെഫറൻസ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നത് കൊണ്ട് ഉള്ള തിക്നെസ്സിനെ കുറച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് ആ ഷോൾഡറിന്റെ ഭാഗത്ത് വരുന്ന ഒരു ക്ലോത്തിന്റെ തിക്നെസ്സും അതുപോലെ തന്നെ ബോന്റെ തിക്നെസ്സും കുറച്ചിട്ടാണെന്നുണ്ടെങ്കിലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഈ ബോന്റെ 2 എൻഡും ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് തയ്ക്കുന്നുണ്ട്. ഇതിപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബോന്റെ എൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ കർവ് ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാന്നുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക കേട്ടോ. ഇനി ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ബോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെന്റർ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ലൈനിന്റെ മുകളിലായിട്ട് ഈ ബോ വെച്ചിട്ട് അത് അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും തിക്നെസ്സിൽ വരുമ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തിക്നെസ് കുറച്ച് കൊടുക്കുക. ആ ഒരു ഷോൾഡറിന്റെ ഭാഗവും അതുപോലെ തന്നെ ബോയ്ക്കും തിക്നെസ് കുറച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്കിന്റെ സെൻട്രൽ പോർഷനിൽ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുക്കുക. അതേപോലെ തന്നെ പാനലിന്റെയും സെൻട്രൽ പോർഷനിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കേർട്ട് പോർഷൻ പാനൽ ചെയ്യുന്നത് കൊണ്ടാണ് പാനൽ വന്നത്. നിങ്ങൾ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്ലീറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ടിന്റെ നല്ല വശം വെക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. സൈഡ് അളവ് പ്രകാരം ജോയിൻ ചെയ്യുക. താഴ്ഭാഗം മടക്കി തയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ പാനലാണ് താഴേക്ക് സ്കേർട്ട് പോർഷൻ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബോ ഞാൻ എന്തായാലും അയച്ചെടുക്കും. പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.